ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നലത്തെ കഥകളൊക്കെ എല്ലാവരും കേട്ടോ? എങ്ങനെയുണ്ട്? ഞങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് കഥയുടെ അടുത്ത ഭാഗത്തിലേക്ക് പോകാം ഇൻഷാ അല്ലാഹ്. അസ്ന, അവൾ ഇന്ന് മുക്രിഖാൻ്റെ വീടിൻ്റെ മരുമകളാണ്. ആ വീടിനും വീട്ടുകാർക്കും ഒരുപോലെ സന്തോഷം കൊടുക്കേണ്ടവൾ. ഇവിടെ സന്തോഷം നിറക്കാൻ തനിക്ക് കഴിയുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ഉപ്പാക്ക് തണലാവാനും ഉമ്മാക്ക് തുണയാവാനും പൊന്നുവിനെ കൂടപ്പിറപ്പാവാനും തൻ്റെ ഭർത്താവിനെ ഇനി പാതിയാവാനും താനാണുള്ളത്. തൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും വാക്കുകൾ തന്നിലൊരു ഓർമ്മപ്പെടുത്തലാണ്. മോളെ, നീയാണ് ആ കുടുംബത്തിന് ധൈര്യം കൊടുക്കേണ്ടത്. നിനക്ക് എന്തുകൊണ്ട് യോജിച്ചതാണ് പടച്ചോൻ തന്നത്. ഇവിടെ നീ ഞങ്ങളുടെ കുഞ്ഞാണ്, രാജകുമാരിയാണ്, മാലാഖയാണ്. പക്ഷേ അവിടെ നീ മരുമകളാണ്. ആ സ്ഥാനം നീ മകളായിട്ട് മാറ്റണം മോളെ. അവിടെ എല്ലാവർക്കും സന്തോഷം കൊടുക്കാൻ നിനക്ക് കഴിയണം മോളെ. തനിക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായതാണ് ജീവിതത്തിൽ ഇനി തൻ്റെ ലോകം ഇതാണെന്ന്. ഇത്താത്ത, എന്താ ഇവിടെ നിൽക്കുന്നേ? വാ, ഞാൻ വരാം മോളെ. അല്ല, ഭക്ഷണം ഒന്ന് കഴിക്കണ്ടേ? ആ, കഴിക്കണം. പിന്നെ അഫ്സൽക്ക എവിടെ? ഇക്കാക്ക പുറത്തെവിടെയോ ഉണ്ട്. എന്താ, വിളിക്കണോ? ഏയ് വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചതാ. എന്നാലേ ഇത്തമാ ഉമ്മച്ചി വിളിക്കുന്നുണ്ട്. പൊന്നുവിൻ്റെ കൂടെ നടക്കുമ്പോഴും അവൾ ഓർത്തത് ഇക്കാനെ കുറിച്ചായിരുന്നു. ഇത്ര നേരമായിട്ടും ഇക്ക തൻ്റെ അടുത്തേക്കൊന്നും വന്നില്ലല്ലോ. ഇവിടെ എത്തിയ സമയത്ത് കണ്ടതാ, പിന്നെ കണ്ടിട്ടേ ഇല്ല. എന്താണെന്നറിയില്ല, എന്തോ സങ്കടം വന്നു അവൾക്ക്. ആരും കാണാതെ അവൾ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചു. മോളെ വാ, എന്തേലും കഴിക്ക്. അഫ്സൽ ഇവിടെ? പൊന്നു, എനിക്കറിയൂല അമ്മച്ചി, ഈ ഇക്കാക്ക് എന്തെങ്ങനെ ഇവിടെ ഒരാളെ കൊണ്ടുവന്നിട്ട് തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. ഇത്തത്തെ കൈക്ക്, ഞാനിപ്പോൾ വരാം. അസ്നയെ തട്ടി പൊന്നോ പുറത്തേക്ക് പോയി. മോള് കൈക്ക്, ഓനങ്ങ് വന്നോളൂ. ഉമ്മയെ ഇരിക്ക്. ഞാനിരിക്കാം മോളെ. ഉമ്മ, ഉപ്പയുടെ ചോറ് കഴിക്കാൻ വിളിക്ക്. ഉപ്പാക്ക് ചോറൊന്നും പറ്റൂല മോളെ. ഉപ്പാക്ക് രാത്രി കഞ്ഞിയാ. ഉപ്പ കഞ്ഞി കുടിച്ച് പുറത്തുണ്ട്. പൊന്നു നേരെ പോയത് ഇക്കാക്കാനെ നോക്കിയാണ്. മുറ്റത്തൊരു സൈഡിൽ കൂട്ടുകാരോടൊത്ത് സംസാരിച്ചിരിക്കുന്ന അഫ്സലിനെ അവൾ കണ്ടു. ഇക്കാക്ക, എന്താ മോളെ? അല്ല, ഇക്കാക്കാനോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താടി, ഇന്നിവിടെ എന്തായിരുന്നു? എന്താ ഈ അങ്ങനെ ചോദിക്കുന്നേ? പറ, എന്തായിരുന്നു? എൻ്റെ കല്യാണം എന്താ, നിനക്ക് വട്ടായോ? ആ, എനിക്കിപ്പോൾ കുറച്ച് വട്ടുണ്ട്. അല്ല ഇക്കാക്ക, ഇവിടെ ഒരാളെ കെട്ടിക്കൊണ്ട് വന്നിട്ടൊന്ന് തിരിഞ്ഞു പോലും നോക്കാം ആരെങ്കിലും ഇക്കാക്കാക്ക് പറഞ്ഞു തരണോ? അത് ഞാൻ അങ്ങോട്ട് വരാൻ നിൽക്കുക മോളെ. പിന്നെ കൂട്ടിന് നീ ഇല്ലേ ഓൾക്ക്? ഓ പിന്നെ ഞാൻ നിന്നാൽ മതിയോ ഓൾക്ക് എപ്പോഴും കൂട്ടിന്? സുഹൈൽക്ക, എല്ലാവരും ഒന്ന് പോയേ, ബാക്കിയൊക്കെ നാളെ പറയാം. കൂട്ടുകാരൻ്റെ കല്യാണം കഴിഞ്ഞിട്ടോ ഈ നേരമായിട്ടോ ഇക്കാക്കാനെ വിടാനായില്ല നിങ്ങൾക്ക്? പൊന്നു മോളെ, ഞങ്ങൾ പോവുക. ഇവനെ അവിടുന്ന് മാറാതെ നിൽക്കുന്ന നാണം കൊണ്ടായിരിക്കും. ഒന്ന് പോടാ, അങ്ങനെ ഒന്നുമില്ല എനിക്ക്. അഫ്സൽ സുഹൈലിനെ നോക്കി ഒരു ചമ്മിയെ ചിരിച്ചു. ആ ശരി ശരി, ഇക്കാക്ക വാ. ഇക്കാക്കാൻ്റെ ചെവിയും പിടിച്ച് തിരുമ്പി പൊന്നു വരാന്തയിലേക്ക് കയറി. അപ്പോഴാണ് ഉമ്മയും ഉപ്പയും അവിടെ ഇരിക്കുന്നത് കണ്ടത്. എന്താ മോളെ, നീ അവനെ വഴക്ക് പറയുന്നേ? ഒന്നുമില്ലപ്പാ, ഈ ഇക്കാക്ക എപ്പോഴും ചെറിയ കുട്ടിയാണെന്ന വിചാരം. ഉപ്പ പോയി കിടന്നോളൂ, ഇത് ഞാൻ നോക്കിക്കോളാം. ഇടി വിടടി, വേദനിക്കുന്ന, ഞാൻ വന്നോളാം. അവൾ അവൻ്റെ ചെവിയിൽ നിന്ന് കൈമാറ്റി. അളിയാ, നിങ്ങൾക്ക് ഇവളെ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ കൊണ്ടേക്കോ, ഇല്ലെങ്കിൽ ഇവളെ ഞാൻ കൊല്ലും. അവൻ്റെ സംസാരം കേട്ട് പൊന്നുവിൻ്റെ ഭർത്താവ് അവനെ നോക്കി ചിരിച്ചു. അല്ലോ, ചതിക്കല്ലേ അളിയാ. ആഹാ, വിടടി, അപ്പോൾ എന്നെ കൊല്ലാൻ നടക്കാല്ലേ? എങ്ങ് വാ. അഫ്സലിനെ പിടിച്ചു വലിച്ചു പൊന്നു അടുക്കളയിലേക്ക് നീങ്ങി. പൊന്നുവിൻ്റെ കൂടെ പോകുമ്പോൾ അഫ്സലിന് സന്തോഷമായിരുന്നു. തൻ്റെ പൊന്നുമോൾ കാര്യബോധമുള്ള പെണ്ണായതിൽ. അടുക്കളയിലെത്തിയപ്പോൾ അവിടെ ഉമ്മയും അസ്നയും ഫുഡ് കഴിക്കാനിരിക്കുന്നു. എന്താടാ, നിനക്കൊരു ഓർമ്മയില്ലാതായോ? പാവം കുട്ടി നിന്നെയും കാത്തിരിക്കുക. നീ ഇരിക്കേ. അഫ്സൽ തല ചേച്ചുകൊണ്ട് അസ്നയുടെ മുഖത്തേക്ക് നോക്കി. സങ്കടമാണ് മുഖത്ത്. പക്ഷേ ഒന്നും മിണ്ടാതെ അവൾ അവൻ്റെ അരികിൽ ഇരിക്കാതെ നേരെ മാറിയിരുന്നു. ഇത്ര നേരമായിട്ടും താനൊന്നും മിണ്ടിയിട്ട് പോലുമില്ലായിരുന്നു എന്ന് അവനെ അറിയാമായിരുന്നു. മനഃപൂർവ്വമാണ്. അവളെ അരികിലെത്തിയാൽ പിന്നെ അവളെ വിട്ടിട്ട് പോകാൻ തനിക്കാവില്ലെന്ന് നന്നായി അറിയാം. കുറച്ച് സങ്കടം നല്ലതാ. അതിൻ്റെ ഇരട്ടി ഞാൻ അവൾക്ക് സ്വർഗം കൊടുക്കുന്നത് അവൾ കാണട്ടെ. ഉമ്മ, എനിക്ക് വിശപ്പില്ല, ചോറൊന്നും വേണ്ട. അഫ്സൽ, കളി ഒഴിവാക്ക്. രാത്രി പട്ടിണി കിടക്കാൻ പാടില്ല. ഇക്കാക്ക ഇനിയും കിട്ടണോ?
പൊന്നുമോളുടെ വാക്കിന് മുമ്പിൽ അവൻ കുറച്ചു കഴിച്ച് വേഗം എഴുന്നേറ്റു. മോനെ, മോളെയും കൂട്ടി വേഗം പോയി കിടക്കാൻ നോക്ക്. ഇന്നലെ ഉറങ്ങാത്തതല്ലേ, ആ കുട്ടിക്ക് ക്ഷീണമുണ്ടാവും. അസ്ന ഉമ്മാനെ നോക്കി പുഞ്ചിരിക്കുകയല്ലാതെ ഒന്നും മിണ്ടിയില്ല. നല്ല സങ്കടം ആ മനസ്സിലുണ്ടെന്ന് അവന് മനസ്സിലായി. കണ്ടപ്പോൾ പാവം തോന്നി. എന്നിട്ടും അവൻ സ്വയം നിയന്ത്രിച്ച് റൂമിലേക്ക് നടന്നു. പൊന്നുമോൾ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് തൻ്റെ ഇക്കാക്കാനെ എല്ലാവരെക്കാളും കൂടുതൽ അറിയാം. അതുകൊണ്ട് വിഷമം തോന്നിയില്ല. അവൾ അസ്നയുടെ അടുത്തിരുന്നു. ഇത്താത്ത, ചോറ് മതിയെങ്കിൽ എണീക്ക്. അസ്ന അവളെ നോക്കി ചിരിച്ചു വേഗം എഴുന്നേറ്റ് കൈ കഴുകി. അവൾ പാത്രങ്ങൾ കഴുകാനായി നിന്നു. അത് കണ്ട പൊന്നു വേഗം ചെന്നു. ഇത്താത്ത വാ, അതൊക്കെ ഞാൻ ചെയ്തോളാം. 2 ദിവസം കഴിയട്ടെ. ഇത്താത്തക്ക് എല്ലാ ജോലിയും ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാനുണ്ടല്ലോ. മോളെ, നീ ഓളൊന്ന് റൂമിൽ കൊണ്ടാക്ക്. പൊന്നുമോൾ ഒരു ഗ്ലാസ് പാലും കയ്യിൽ കൊടുത്ത് അതിനെ അസ്നയെ റൂമിലേക്ക് അയച്ചു. റൂം വരെ പൊന്നുമോളും അനുഗമിച്ചു. അസ്ന പൊന്നുമോളെന്ന് നോക്കി. അവൾ കണ്ണുറുക്കി കാണിച്ചു. പ്രോബ്ലം ഒന്നുമില്ലെന്ന അർത്ഥത്തിൽ. ഇത്താത്ത ചെല്ല്. അഫ്സൽ കാത്തിരിക്കുകയായിരുന്നു. അതാ വരുന്നു തൻ്റെ അസ്ന. മുഖത്ത് സന്തോഷമില്ലാതെ കയ്യിലൊരു ഗ്ലാസ് പാലുമായി റൂമിൽ കടന്ന് അവൾ അഫ്സലിൻ്റെ അരികിലേക്ക് വന്നു. അഫ്സൽ എഴുന്നേറ്റ് വാതിൽ ലോക്ക് ചെയ്തു. അസ്നയുടെ മനസ്സിൽ എന്തോ പേടിയുണ്ടെന്ന് അവളുടെ മുഖം കണ്ടാലറിയാം. അസ്ന കയ്യിലുള്ള പാൽ അഫ്സലിൻ്റെ നേർക്ക് നീട്ടി. അഫ്സൽ ആ പാൽ വാങ്ങി ടേബിളിൽ വെച്ച് അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. അപ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. അയ്യേ, അബ്ദുള്ള മാഷിൻ്റെ മോള് ഇത്രക്കും തൊട്ടാവാടിയാണോ? ഞാൻ വിചാരിച്ച് കുറച്ചൊക്കെ ധൈര്യം ഉണ്ടാവുമെന്ന്. എനിക്ക് തെറ്റിപ്പോയി. അസ്ന, ഇങ്ങോട്ട് നോക്ക്. നീ കരയുന്നത് എന്തിനാ? വാ, ഇവിടെ വന്നിരിക്ക്. കണ്ണു തുടച്ച് അസ്ന അഫ്സലിൻ്റെ മുഖത്തേക്ക് നോക്കി. ഇക്ക, മോളെ, ഞാൻ നിന്നെ പറ്റിച്ചതല്ലേ, മൈൻഡാക്കാതെ. നിന്നെ കയ്യിൽ കിട്ടിയാൽ പിന്നെ ഈ മുത്തിനെ വിടാൻ എനിക്കാവോ? എൻ്റെ ജീവനല്ലേടി നീ. ആദ്യമായി കണ്ട ദിവസം തന്നെ എൻ്റെ ഹൃദയം അവിടെ തന്നിട്ടല്ലേ ഇക്ക പോയത്. പിന്നെന്തിനാ ഈ സങ്കടം? ചിരിക്ക്. അവൻ്റെ സംസാരം കേട്ട് അവൾ അവനെ നോക്കി ചിരിച്ചു. ഈ പുഞ്ചിരിയാ ഇനി എൻ്റെ എല്ലാം. വാ. അസ്നയെ കൈപിടിച്ച് അഫ്സൽ കട്ടിലിൽ ഇരുത്തിച്ചു. നോക്ക്, ഇന്ന് ഇവിടെ മുതൽ നമ്മുടെ ജീവിതം തുടങ്ങുകയാണ്. അധികം സ്വപ്നങ്ങളൊന്നും എൻ്റെ ജീവിതത്തിലില്ലെങ്കിലും എനിക്കുണ്ട് ചില സ്വപ്നങ്ങൾ. എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും കഷ്ടപ്പെടുത്താതെ നോക്കണമെന്ന് എൻ്റെ ആഗ്രഹമാണ്. ഞങ്ങൾ മക്കൾ കാരണം അവർക്ക് ഒരിക്കലും ജീവിതത്തിൽ സങ്കടം ഉണ്ടാകരുത്. അത് എന്നും എൻ്റെ സ്വപ്നമാണ്. അതുപോലെയാവണം നീയും. എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉമ്മാനെയും ഉപ്പാനെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. പൊന്നുമോൾ ഈ വീട്ടിലെ വിളക്കായിരുന്നു. ആ വിളക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായി അവർക്ക് തോന്നരുത് കേട്ടോ. അവളെപ്പോലെ എപ്പോഴും അവരെ കൂടെ ഉണ്ടാവണം നീ. അവിടെയാണ് എൻ്റെ അസ്നയുടെ വിജയം, എൻ്റെ സന്തോഷങ്ങൾ. ദുഃഖങ്ങളെല്ലാം പങ്കുചേർന്ന് നമുക്ക് നമ്മുടെ ഈ കൊച്ചു ജീവിതം സ്വർഗമാക്കാൻ ഇനി നിനക്ക് കഴിയണം. അഫ്സലിൻ്റെ ഓരോ വാക്കുകളും അസ്ന കാതോർക്കുകയായിരുന്നു. താൻ ആഗ്രഹിച്ച ആൾ തന്നെ. സ്വപ്നം കണ്ടത് ഇങ്ങനെയുള്ള ജീവിതമാണ്. ഇതിൽ പരം തൻ്റെ ഉപ്പാക്ക് തനിക്ക് നൽകാൻ എന്തുണ്ട് ഈ ദുനിയാവിൽ? എന്തോ അവൾക്ക് ഉപ്പാനെ കാണാൻ മനസ്സ് തുടിച്ചു. മോളെ അസ്ന, നീ എന്താ ആലോചിക്കുന്നത്? അതിക്ക പറ. ഞാൻ പറഞ്ഞതൊന്നും ഇഷ്ടമായില്ലേ? ഏയ്, അതല്ലിക്ക. പിന്നെന്താ? എൻ്റെ ഉപ്പയിലൂടെ എനിക്ക് റബ്ബ് നൽകിയ ഈ സൗഭാഗ്യം, അതിനെക്കുറിച്ച് ഞാൻ ഓർത്തതായിക്ക. അൽഹംദുലില്ലാ. അവളുടെ വാക്കുകൾ അഫ്സലിൻ്റെ മനസ്സിനെ കോരിത്തരിപ്പിച്ചു. അവളുടെ മുഖം കയ്യിലെടുത്ത് അവൻ ആ നെറ്റിയിൽ തൻ്റെ ചുണ്ടുകൾ അമർത്തി. അസ്ന, എൻ്റെ ഭാഗ്യമാണ് നീ. അഫ്സലിൻ്റെ കുടുംബം സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതിനിടയിൽ സൽക്കാരങ്ങളും മറ്റും നടന്നുകൊണ്ടിരുന്നു. ഉപ്പാക്കും ഉമ്മാക്കും അസ്ന സ്വന്തം മോള് തന്നെയായിരുന്നു. അഫ്സൽ ലീവ് കഴിഞ്ഞ് ജോലിക്കായി ഇറങ്ങി. എല്ലാവരെയും സ്നേഹിച്ചും ബഹുമാനിച്ചും ആ വീട്ടിലെ പ്രകാശമായി മാറാൻ അസ്നയ്ക്ക് അധിക ദിവസം വേണ്ടി വന്നില്ല. സന്തോഷപ്രദമായ തങ്ങളുടെ ജീവിതത്തിലേക്ക് അസ്നയുടെ ഇക്കാക്ക ഫ്രണ്ട് മുഖേന ഒരു വിസയും കൂടെ ശരിയാക്കി. പോകുന്ന തീരുമാനം അഫ്സലിനെ വിട്ടുകൊടുത്തു. അസ്നയ്ക്ക് താല്പര്യമില്ലായിരുന്നു അവളെ വിട്ടു പോവാൻ അവനും. പക്ഷേ തൻ്റെ കടങ്ങൾ വീട്ടണം. എന്താവശ്യമുണ്ടെങ്കിലും അസ്നയുടെ വീട്ടിലുണ്ട്. അവർ തനിക്ക് എന്തും തരാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ എൻ്റെ അസ്നയാണ് തൻ്റെ ധനം. അവൾക്ക് പകരം വയ്ക്കാൻ അബ്ദുള്ള മാസ്റ്ററുടെ അടുത്ത് ഒന്നുമില്ല. അതുകൊണ്ട് അവളുടെ വീട്ടിൽ നിന്നും തനിക്കൊന്നും വേണ്ട. ഈ ശരീരത്തിന് അല്ലാഹു ശക്തി തന്നാൽ ഞാൻ എല്ലാം ഉണ്ടാക്കും, ഇൻഷാ അല്ലാ.
എന്തായാലും സുൽഫിക്ക ആ പറഞ്ഞ വിസക്ക് പോവുക തന്നെ ഓന് ഉറപ്പിച്ചു. ഇന്നേക്ക് തൻ്റെയും അസ്നയുടെയും കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം. നാളെ രാവിലെ താൻ പ്രവാസ ലോകത്തിലേക്ക് തിരിക്കുകയാണ്. തൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന അസ്നയുടെ ഹൃദയവേദന തൻ്റെ ആത്മാവിനെ കീറി മുറിക്കുന്നു. അസ്ന, എന്താടാ നീ ഇക്കാനോടൊന്നും മിണ്ടാത്തേ? ഇക്ക മിണ്ടാൻ എപ്പോഴും ആവല്ലോ, പക്ഷേ ഈ നെഞ്ചിലെ ചൂട് അതെനിക്ക് ഇനി എന്ന് കിട്ടും ഇക്ക? മോളെ, അവന് വേദനയോടെ അവളെ ഒന്നുകൂടി മുറുകെ പിടിച്ചു. ഈ ഇക്കാനോട് പൊറുക്ക് മോളെ. ഇക്ക വേണ്ട, അങ്ങനെയൊന്നും പറയരുതേ. ഇക്കാൻ്റെ അസ്നയ്ക്ക് കിട്ടിയ ഭാഗ്യമല്ലേ എൻ്റെ ഇക്ക. അസ്ന, അവളെ നെഞ്ചോട് ചേർത്ത് അവൻ പൊട്ടിക്കരഞ്ഞു. ഏയ്, കരയാൻ പാടില്ല. പെട്ടെന്ന് കണ്ണു തുടച്ചു അഫ്സൽ. അസ്ന ഉമ്മാനെയും ഉപ്പാനെയും നിന്നെ ഏൽപ്പിക്കുകയാണ്. എല്ലാം നോക്കിയിട്ട് ഇക്ക ഉടനെ വരും ട്ടോ. അതുവരെ കാത്തിരിക്കുക എൻ്റെ പെണ്ണ്. പിറ്റേന്ന് രാവിലെ അഫ്സലിൻ്റെ യാത്രയയപ്പ്. വീട് നിറയെ ആളുകൾ. പൊന്നു, ഭർത്താവും വീട്ടുകാരും, അസ്നയുടെ വീട്ടുകാർ, അഫ്സലിൻ്റെ നിഴലായി നടന്ന കൂട്ടുകാർ, ഉമ്മയും ഉപ്പയും, അഫ്സലിൻ്റെ ജീവനായ അസ്ന. എല്ലാവരെയും നോക്കി സലാം പറഞ്ഞ് പുഞ്ചിരിച്ച് അഫ്സൽ വീട്ടിൽ നിന്നും ഇറങ്ങി. വണ്ടിയിൽ കയറി അവനൊന്ന് തിരിഞ്ഞു നോക്കി. ഉപ്പാൻ്റെ പിറകിൽ തൻ്റെ പെണ്ണ്. അവൻ കണ്ണുകൾ ഇറക്കിയടിച്ചു. സുഹൈൽ, വണ്ടിയെടുക്ക്, വയ്യ എനിക്ക് ആ മുഖം കാണാൻ. അങ്ങനെ പ്രവാസ ലോകത്തിൻ്റെ അതിഥിയായി നമ്മുടെ അഫ്സലും. അങ്ങനെ എയർപോർട്ടിലെത്തി. ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറി അഫ്സൽ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി. തൻ്റേതെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോയെന്ന്. ഇല്ല, ആരുമില്ല കൂടെ. താൻ പേര് പോലും അറിയാത്ത ഒരുപാട് പേര്. തൻ്റെ നാടും വീടും എല്ലാം വിട്ട് ഞാനും പോകുന്നു. പൊന്നി വിളയുന്ന നാടെന്ന് നാട്ടുകാരും വീട്ടുകാരും വിശേഷിപ്പിക്കുന്ന ആ മരുഭൂമി മണ്ണിലേക്ക്. അഫ്സൽ തനിക്കായി കിട്ടിയ സീറ്റിൽ ഇരിക്കവേ ആലോചിച്ചു. തനിക്ക് ഇനി എന്നാണ് ഈ നാട്ടിലേക്ക് എത്തിപ്പെടാൻ കഴിയുക? അറിയില്ല ഒന്നും. അവൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയതുപോലെ അടുത്തിരിക്കുന്ന ആൾ വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി. നാടെവിടെ, വീടെവിടെ, അങ്ങനെ പലതും. കൂടെ അദ്ദേഹത്തിൻ്റെ കഥകളും. അദ്ദേഹം ഒരുപാട് നാളായി പ്രവാസിയായിട്ട്. പ്രവാസ ലോകത്തിൻ്റെ ഓരോന്നും അവനെ മനസ്സിലാക്കി കൊടുത്തു അദ്ദേഹം. അവൻ്റെ മുഖം ശ്രദ്ധിച്ച അദ്ദേഹം അവനെ സമാധാനപ്പെടുത്തി. പേടിക്കാനൊന്നും ഇല്ലടോ, ഇതൊക്കെ ഒരു ശീലമായിക്കോളും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് അവർ നല്ല കൂട്ടായി. നീണ്ട 5.5 മണിക്കൂർ യാത്രയിൽ സൗദി എയർപോർട്ടിൽ അവൻ കയറിയ ഫ്ലൈറ്റ് വന്നിറങ്ങി. താൻ ഏതോ സ്വപ്നലോകത്ത് എത്തിയ പോലെ തോന്നി അഫ്സലിന്. ലൈറ്റുകളും വർണ്ണങ്ങളും, മൊത്തത്തിലാകെ ഒരു ഉത്സവ പ്രതീതി പുറത്ത്. അങ്ങനെ ഫ്ലൈറ്റിനടുത്ത് ബസ് വരികയും അഫ്സൽ ബസ്സിൽ കയറി എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് യാത്രയായി. അതിനിടയിൽ നാട്ടിൽ നിന്നും പറഞ്ഞ് ഉറച്ചതുപോലെ ഇറങ്ങിയ ഉടനെ ഫ്ലൈറ്റിൽ നിന്നും പരിചയപ്പെട്ട ആളുടെ കയ്യിൽ നിന്നും മൊബൈൽ വാങ്ങി പുറത്ത് കാത്തിരിക്കുന്ന അളിയൻ്റെ സുഹൃത്ത് മൻസൂറിനെ വിളിച്ചു. ഹലോ മൻസൂർക്കല്ലേ, ഇത് അഫ്സലാണ്. ഞാൻ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടോ. ആ ഓക്കെ മോനെ, ഞാൻ പുറത്തുണ്ട്. നീ എല്ലാം റെഡിയായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വാ. മൻസൂർ പുറത്തുണ്ടെന്ന മറുപടി പറഞ്ഞ് ഫോൺ വെക്കുകയും ചെയ്തു. അങ്ങനെ മണിക്കൂറുകൾ കാത്തിരുന്നിട്ടും അഫ്സൽ പുറത്തിറങ്ങുന്നതെന്ന് കാണുന്നില്ല. മൻസൂറിന് ആകെ ഭയം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്നു. കോൾ വന്ന നമ്പറിൽ വിളിച്ചു നോക്കാമെന്ന് കരുതി മൊബൈലെടുത്ത് വിളിച്ചു. അയാളോട് അഫ്സലിനെ കിട്ടുമോ എന്ന് അന്വേഷിച്ചു. അങ്ങനെ അഫ്സലിനോട് മൻസൂർ കാര്യം തിരക്കി. നീ എന്താ പുറത്തിറങ്ങാത്ത അഫ്സലെ? ഇക്ക, ചെറിയൊരു പ്രോബ്ലം. എന്താടാ, ഈ കാര്യം പറ. ഇക്ക, ഞാൻ ഇറങ്ങിയ ഉടനെ ആ പാസ്പോർട്ട് വിഭാഗം പോലീസ് കൗണ്ടറിന് മുമ്പിൽ ലൈൻ പിടിക്കുകയും ലൈൻ സാവധാനം എഞ്ഞു നീങ്ങുകയും എൻ്റെ ഊയമായപ്പോൾ ദൂരെ നിന്നും ഒരു ഉദ്യോഗസ്ഥൻ ജദീദ് ജദീദ് എന്ന് വിളിച്ചു പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ആകെ പേടിച്ചു. അപ്പോൾ എൻ്റെ പിറകിലുള്ള ആൾ എന്നോട് പുതിയതാണോ എന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞപ്പോൾ ആ ലൈനിലേക്ക് നിൽക്കാൻ എന്നോട് പറഞ്ഞു. പുതിയ ആളുകൾക്ക് ആ ലൈനാണത്രേ. അങ്ങനെ ഞാൻ മണിക്കൂറോളം ആ ലൈനിൽ നിന്നു. ആ ലൈനിൻ്റെ പിറകിൽ സ്ഥാനം പിടിച്ചു. അവിടെയും ലൈൻ എഞ്ഞു നീങ്ങി മിനിറ്റുകളോളം എടുത്തു ആ കൗണ്ടറിൻ്റെ അടുത്തുനിന്ന് എത്താം. അതാ അടുത്തത് എൻ്റെ ഊഴാന്ന് കരുതിയിരിക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥന് ഒരു കാൾ വന്ന് എണീറ്റ് പോയി. പിറകിലുള്ളവർ ഉദ്യോഗസ്ഥന്മാരുള്ള ലൈനിലേക്ക് മാറുന്നേ കണ്ട് ഞാനും മറ്റൊരു ലൈനിൽ പിറകിൽ സ്ഥാനം പിടിച്ചു. ഇപ്പോൾ ഞാൻ ഈ ലൈനിൻ്റെ പിറകിൽ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഇക്ക. സാരമില്ല അഫ്സലെ, ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും പ്രശ്നം എന്നുണ്ടത്. അതൊന്നും കുഴപ്പമില്ല, ഒക്കെ റെഡിയാവും. കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യേ.
എന്തായാലും നീ പുറത്തിറങ്ങാതെ ഇരിക്കൂല, ഞാനിവിടെ തന്നെ ഉണ്ട്, നീ പേടിക്കണ്ട കേട്ടോ, നീ വാ. അങ്ങനെ പ്രവാസിയുടെ ആദ്യ കടമ്പ കടന്ന സന്തോഷത്തിൽ അഫ്സൽ മണിക്കൂറുകൾക്ക് ശേഷം എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ അഫ്സൽ 4 ഭാഗവും നോക്കി. മൻസൂറിക്ക എവിടെയാണാവോ? എവിടെയും കാണുന്നില്ല. വീണ്ടും അവൻ ചുറ്റിലും നോക്കി. മരുഭൂമി മണ്ണ്. സൗദി അറേബ്യയുടെ മണ്ണിൽ തൻ്റെ ഇനിയുള്ള സ്വപ്നങ്ങൾ തുന്നിച്ചേർക്കാനുള്ള ഈ മണ്ണിൽ അവൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞിരിക്കുന്നു. അഫ്സൽ ഒന്ന് പിറകോട്ട് നോക്കി. പോകാൻ വഴിയില്ല. മുന്നിലേക്ക് നോക്കി. വിശാലമായ മരുഭൂമി. ഓരോ മണൽത്തരികളും തന്നെ മാടി വിളിക്കുന്നു. ആ മണൽത്തരികളോട് അഫ്സലിന് എന്തോ ഒരു പ്രണയം തോന്നി. തൻ്റെ ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപ്പാട് ഏറ്റുവാങ്ങിയ മണ്ണാണല്ലോ ഇത്. ആ മണ്ണിലാണ് തനിക്ക് നിൽക്കാൻ ഭാഗ്യം കിട്ടിയത്. ഓരോന്നും ചിന്തിച്ച് അവനെ പിറകിൽ നിന്ന് തട്ടിയ ആളെ അവനെ തിരിഞ്ഞു നോക്കി. അതെ, മൻസൂർക്ക, സുൽഫിക്കാൻ്റെ ഫ്രണ്ട്. കുറച്ച് ദിവസം മുമ്പ് ആൾ ലീവ് തീർന്നു വന്നതാണ്. ഹായ് ഇക്ക, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മൻസൂർ സലാം മടക്കി അവനെ കെട്ടിപ്പിടിച്ചു. അഫ്സൽ, യാത്രയ്ക്ക് സുഖല്ലേ? അൽഹംദുലില്ലാ, റാഹത്തായിരുന്നു ഇക്ക. പക്ഷേ ഇവിടെ നിന്നു അവരെന്നെ കുറച്ച് കഷ്ടപ്പെടുത്തി. എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു ഇക്ക? അതങ്ങനെ ആടാ, അവരിട്ടിട്ട് നന്നായി കഷ്ടപ്പെടുത്തും. അവരെ ജോലിയാണല്ലേ അത്, നോക്കണ്ടേ? ഇത് എല്ലാ പ്രവാസികളും അനുഭവിക്കേണ്ട ഒന്നാണ്. വാ, നമുക്ക് പോവാം. മൻസൂർ അഫ്സലിനെയും കൂട്ടി വണ്ടിയിലേക്ക് കയറി. കാറിൽ കയറി മൻസൂറും അഫ്സലും ഓരോ വിശേഷങ്ങൾ പറഞ്ഞു നീങ്ങിക്കൊണ്ടേയിരുന്നു. അതിനിടയിൽ മൻസൂറിൻ്റെ ഫോൺ വാങ്ങി വീട്ടിലേക്ക് വിളിച്ചു, ഉപ്പാൻ്റെ ഫോണിലേക്ക്. ഉപ്പ പെട്ടെന്ന് കോൾ എടുത്തു. ഉപ്പ, അസ്സലാമു അലൈക്കും. ഞാനാണ് ഉപ്പ, അഫ്സൽ. ആ മോനെ, വലൈക്കും അസ്സലാം. ഉപ്പ, ഞാനിവിടെ എത്തിയിട്ടോ, അൽഹംദുലില്ലാ. മൻസൂർ ഖാൻ്റെ കൂടെ റൂമിലേക്ക് പോവാണ്. ഉപ്പ ദുആ ചെയ്യേ ഇൻഷാ അല്ലാ. ഞാനേ റൂമിലെത്തിയിട്ട് വിളിക്കാട്ടോ. ഉപ്പ എല്ലാവരോടും പറയേ, എല്ലാവരും ഇവിടെ ഉണ്ട് മോനെ. ആ ഉപ്പ, ഞാൻ വിളിക്കട്ടോ റൂമിലെത്തിയിട്ട്. അവൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. അസ്നിയോട് സംസാരിക്കാൻ അവൻ്റെ ഉള്ളം തുടിച്ചു. പക്ഷേ വേണ്ട, അവിടെ എത്തിയിട്ട് സൗകര്യം പോലെ വിളിക്കാം. അവളുടെ ആ സ്നേഹം, സ്വാതന്ത്ര്യം അതനുഭവിക്കുമ്പോൾ താനും അവളും മാത്രം. അത് തൻ്റെ മാത്രം സ്വകാര്യ സ്വപ്നമാണ്. ഫോൺ തിരിച്ചേൽപ്പിച്ചിട്ട് അവൻ പുറത്തുള്ള കാഴ്ചകളിലേക്ക് ഓടിയെത്തി. ഓരോ കാഴ്ചകളും അഫ്സലിൻ്റെ മനസ്സിനെ തൻ്റെ കഴിഞ്ഞുപോയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. ഉപ്പ പറഞ്ഞിട്ടുള്ള ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഥകൾ, മദ്രസ പാഠപുസ്തകത്തിൽ മാത്രം അറിഞ്ഞിട്ടുള്ള ഓരോ കഥകളും പകൽ പോലെ മുന്നിൽ തെളിയുന്നു. ഹബീബ് തങ്ങൾ ഉറങ്ങുന്ന മദീന മണ്ണിൻ്റെ പൂമണം വീശുന്ന കാറ്റുപോലും തന്നെ തഴുകി ഉണർത്തുന്നു. എന്തൊരു സുഗന്ധമാണ് ഈ മരുഭൂമി മണ്ണിന്. ഈ മണൽത്തരികളുടെ കൂടെയല്ലേ 1400 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ഹബീബും തങ്ങളും സഹാബികളും നടന്ന് നീങ്ങിയത്. എന്തൊരു ഭാഗ്യം ചെയ്ത മണ്ണാണിവിടെ. ഈ മണൽത്തരി ആയിരുന്നെങ്കിലെന്ന് താനെന്ന് ഒരു നിമിഷം അഫ്സൽ ആഗ്രഹിച്ചു. എന്നാൽ ഹബീബിൻ്റെ ആ പൂമേനി തൻ്റെ മേനിൽ പതിയുമായിരുന്നില്ലേ? ആ കാൽപ്പാടുകളെ തനിക്കും ചുംബിക്കാൻ കഴിയുമായിരുന്നില്ലേ? ഹബീബേ, ഞാനിതാ വന്നിരിക്കുന്നു, എന്നെ സ്വീകരിക്കണമേ. റസൂൽ തങ്ങളുടെ ഓർമ്മകളിൽ മാത്രമായിരുന്നു അഫ്സൽ. ആ സ്വപ്നലോകത്ത് നാടില്ല, വീടില്ല, ഉപ്പയില്ല, ഉമ്മയില്ല, തൻ്റെ പെങ്ങളില്ല, തൻ്റെ ജീവനായ അസ്നയില്ല, ആരുമില്ല. മനസ്സിനുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രം. ദൂരങ്ങൾ താണ്ടി അങ്ങ് ഷർഫിയയിൽ അവർ എത്തിച്ചേർന്നു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അസ്സലാമു അലൈക്കും.